الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون صدق الله. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീക്ക് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഫുസ്സിലത്തിലെ ആദ്യ ഭാഗത്ത് വരുന്ന ചെറിയ 2 വചനങ്ങളാണ് ഓർമ്മയിൽപ്പെടുത്തിയത്. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കാണ് മഹാനാശം. വൈലെന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് നരകത്തിലെ മാരകമായ ശിക്ഷയുടെ ഭാഗം പറയുന്നിടത്താണ്. മുശ്രിക്കുകൾക്കാണ് മഹാനാശം. അവര് അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്. ആരാണ് മുശ്രിക്ക്? അവര് സക്കാത്ത് കൊടുക്കാത്തവരാണ്. വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. അവര് പരലോകത്തെ നിഷേധിക്കുന്നവരുമാണ്. ഇതാണ് ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. സഹോദരങ്ങളെ, ദുനിയാവിലുള്ള നമ്മുടെ ജീവിതത്തിലെ അള്ളാഹുവിൻ്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും എല്ലാം മുന്നോട്ട് പോകുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അനുഗ്രഹങ്ങൾ എന്ന് നമ്മൾ എണ്ണുമ്പോൾ
അതിൻ്റെ അപാരതയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി നമുക്കനുഭവപ്പെടുന്നത് സമ്പത്താണ്. ഞാൻ ഇന്നലത്തെ ഖുതുബയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എന്തെല്ലാം വിഷയങ്ങൾ, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നാലും പണമുണ്ടല്ലോ എന്ന ഒരു ആശ്വാസം വലിയൊരാശ്വാസമാണ് മനുഷ്യർക്ക്. അങ്ങനെയാണ് ആളുകൾ പറയാറുള്ളതും. എന്നാൽ സമ്പത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായി നിശ്ചയിച്ച ഒന്നാണ്. അതുകൊണ്ടാണ് വിവരമില്ലാത്തവരുടെ കൈകളിൽ പണം കൊടുക്കരുത് എന്നത് ഖുർആനിന്റെ ആഹ്വാനമാണ്. വലാ തുഅ്തുസ് സുഫഹാഅ അംവാലകുമുല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി നിശ്ചയിക്കപ്പെട്ട പണം സഫീഹുകളുടെ കൈകളിൽ, വിഡ്ഢികളുടെ കൈകളിൽ, വിവരദോഷികളുടെ കൈകളിൽ കൊടുക്കരുത് എന്ന് ഒരു ചെറിയൊരു ആമുഖം പറഞ്ഞത്. എല്ലാ മേഖലകളും ശുദ്ധീകരിക്കപ്പെടുമ്പോഴും സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കുന്നിടത്ത് നമ്മുടെയൊക്കെ ശ്രദ്ധ കുറവാണ് എന്നത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. ബാക്കി എല്ലാ അമലും, എന്ത് അമലും നമ്മൾ ചെയ്യും. ഇവിടെ സാമ്പത്തിക വിനിമയത്തിലെ സൂക്ഷ്മത, കൃത്യമായ സക്കാത്ത്, അതൊന്ന് കൊടുക്കാനുള്ള മറ്റുള്ള ബാധ്യതകൾ കൊടുക്കണമെങ്കിൽ നല്ല ഈമാന് വേണം, നല്ല വിശ്വാസം വേണം. അയാൾക്ക് അത് കൊടുക്കാനും കൃത്യമായി കണക്കാക്കാനും കഴിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വിശ്വാസത്തിന്റെ പ്രമാണമാണത്. അസ്വദഖതു ബുർഹാനുൻ. അസ്വദഖ സക്കാത്തിന്റെ മറ്റൊരു വാക്കായി ഖുർആൻ ഉപയോഗിച്ചത് അങ്ങനെയാണ്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പിന്നീട് പറയാം. അസ്വദഖതു ബുർഹാനുൻ. നിങ്ങൾ നോക്കിയേ, സക്കാത്ത് നൽകണമെന്നത് വ്യാപകമായി ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതൊരു സത്യമാണ്. കാരണം എന്താണെന്നറിയോ? സമ്പത്ത് എന്താണ് എന്നത് തിരിയാത്തത് കൊണ്ടാണ്. പണം എന്താണ്? അല്ലാഹ് നമ്മളോട് പറഞ്ഞത് എന്താണ്? അള്ളാന്റെ വാക്കാണ്. ആ വാക്കിന്റെ ഘടന നിങ്ങൾ നേരെ നോക്കണം കേട്ടോ. വആതൂഹും, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. എവിടെ നിന്ന്? മിമ്മാലില്ല, അള്ളാന്റെ മുതലിൽ നിന്ന്. അങ്ങനെ അള്ളാന്റെ മുതൽ നിങ്ങൾ കൊടുക്കണം. നമ്മുടെ മുതൽ എന്ന് പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞറിയാം അല്ലതീ ആത്താക്കും. അള്ളാന്റെ മുതല് അള്ള കുറച്ചു നേരം കയ്യിൽ പിടിക്കാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ആ മുതൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ പരമാധികാരി ആരാ? സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയേ. മുതലിന്റെ പരമാധികാരി ആരാ? അള്ളാഹു ആണ്. അതിന്റെ പരമാധികാരി ഞാനാണ് എന്ന എന്തോ ഒരു 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 ദുശ്ചിന്ത മനസ്സിൽ വരുമ്പോഴാണ് എല്ലാ പ്രശ്നത്തിനും കാരണമുള്ളൂ. അല്ലെങ്കിൽ വിനയം കൂടേണ്ടതാണ്. അഹങ്കാരം വരുന്നത് ആ ചിന്ത പോകുന്നത് കൊണ്ടാണ്. പ്രിയരെ, സമ്പത്ത് ദാനം ചെയ്യുന്നതിന് പറയുന്ന പേരല്ല സക്കാത്ത് എന്നത്. ഞാൻ പറയണ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. പണം ദാനം ചെയ്യുന്നതിന് ഖുർആനിലും ഹദീസിലും ഒരുപാട് വാക്കുകൾ, പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? പലയിടത്തും പലതും കാണാം. ഹിബത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, സ്വദഖത്ത്, അതാ, ഹസനത്ത്, ബിർറ്, അതിയ്യത്ത്, കറമ്, നിഅമത്ത്, ബർക്കത്ത്, ഇതൊക്കെ അതിന് ഉപയോഗിച്ച വാക്കുകളാണ്. ദാനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ ദാനം ചെയ്യുന്നതിന് അറബിയിൽ പറയുന്ന പേരല്ല സക്കാത്ത്. അതിനേക്കാൾ ചില അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന, ഉള്ളടക്കങ്ങളുള്ള ഒരു വാക്കാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ഇപ്പൊ ഈ നോമ്പിന്റെ മുമ്പ് പറയണതെന്ന് ചോദിച്ചാൽ, നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട് നോമ്പിലിരുന്നിട്ട് നിങ്ങൾ സക്കാത്ത് കണക്കൂട്ടരുത്. സാധാരണ നോമ്പിലല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, ഒരു കൊല്ലം തികയുമ്പോഴാണ്. നമ്മൾ മുസ്ലിമീങ്ങളായ നമ്മൾ സാധാരണ ചെയ്യാറില്ല എന്തറിയോ? എല്ലാ അത്രയും വലിയ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, അതിന്റെ കണക്ക് വെക്കുന്നത് സക്കാത്ത്. അതിവിടെ റമളാനിലാണ്. ഇവിടെ റമളാൻ വരുമ്പോഴാണ് സാധാരണ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റമളാനിൽ കണക്ക് കൂട്ടാൻ നിൽക്കരുത്. അതിന്റെ സമയം വേറെയുള്ള നന്മകൾക്ക് ഉപയോഗപ്പെടുത്തണം. ഇപ്പോഴേ അത് ശരിയാക്കി നമ്മൾ വെക്കണം. ഉമ്മത്ത് മുസ്ലിമ എല്ലാ നിലക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. മറ്റുള്ളവരെ സഹായിക്കുക എന്നത്
നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമാണ്. ജനസേവനം, നമ്മളതിന് പറയണല്ലേ ഹിദ്മത്തെ ഹൽക്ക് എന്നൊരു വാക്കുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുന്നത്. നിങ്ങൾ മുസ്ലിമീങ്ങളെ പരിശോധിച്ച് നോക്ക്. മറ്റുള്ള ഏത് വിഭാഗങ്ങളെ വെച്ച് നോക്കിയാലും അവരെക്കാളും ധാരാളമായി ചെലവഴിക്കുന്നത് നമ്മളായിരിക്കും. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു ആറാബി നബിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഒരു കഥ ഉണ്ട്, നബി എനിക്ക് എന്തെങ്കിലും തരണം, എൻ്റെ അടുത്ത് ഒന്നുമില്ല, ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുറെ ആടുകളെ അവിടുന്ന് ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഇയാൾ കൊടുത്ത്. കാരണം ഇതൊരു കാട്ടറബിയാണ്, ആറാബിയാണ്, നീ പോയിട്ട് നന്നായി സമാധാനത്തിൽ ജീവിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇയാള് നേരെ ഈ ആടുകളെ കൊണ്ട് പോയിട്ട് സ്വന്തം നാട്ടുകാരോട് പറയുന്നൊരു വാക്കുണ്ട്, യാ ഖൗമി അസ്ലിമു ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅൻ ലാ യഖാഫുൽ ഫാഖ. മനോഹരമായ വാക്കാ. നാട്ടുകാരെ നിങ്ങളെല്ലാവരും മുസ്ലിം ആയിക്കോളെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഉള്ളൊരു കൺസെപ്റ്റാണ് ഉള്ളത്. നിങ്ങളെല്ലാവരും മുസ്ലിമാണ്. കാരണം മുഹമ്മദ് ദാരിദ്ര്യത്തെ പേടിക്കാതെ കൊടുക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരാളെടുത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നാ റസൂലിന്റെ പ്രത്യേകത. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുത്താൽ അത് കുറഞ്ഞു പോകും എന്ന പേടി അള്ളാഹുവിന്റെ ഹബീബിനില്ല, അത് മുസ്ലിമീങ്ങൾക്കില്ല. കാരണം എന്താ അറിയോ, ഇസ്ലാം ഖുർആൻ നമ്മളോട് പറയണത് കൊടുക്കും തോറും വളരുന്ന സ്വതക്ക കൊണ്ട് നിങ്ങളുടെ ധനം കുറയില്ല, നിങ്ങളുടെ ധനം കൂടും. സൂറത്ത് ബഖറയിൽ അള്ളാഹു അതിനുള്ള ഉദാഹരണം പറഞ്ഞെന്തറിയോ, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത ഹബ്ബത്തിൻ വല്ലാഹു യുളാഇഫു ലിമൻ യശാ. ഏതുപോലെയാണെന്നോ, ഒരു ധാന്യമണിയെ പോലെയാണ്. ധർമ്മം ചെയ്യുന്നവര്, ചെലവഴിക്കുന്നവര് ഒരു ധാന്യമണിയെ പോലെയാണ് അവർ ചെയ്യുന്നത്. ഒരു ധാന്യമണി കുടിച്ചിട്ടാൽ 7 കതിരുകൾ അതിൽ നിന്ന് വന്നു. ഒന്നിൽ നിന്ന് 7 കതിര് വന്നു. ഓരോ കതിരുകളിലും 100 കണക്കിന് ധാന്യങ്ങൾ വന്നു. അപ്പൊ എത്ര വന്നു? അങ്ങനെ എണ്ണീട്ടാണ് നമ്മൾ പറയണത്. നമുക്ക് 70 ഇരട്ടി കിട്ടും, 700 ഇരട്ടി കിട്ടും. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ പരിചയം ഉണ്ടോന്ന് അറിയില്ല, 70,000 ഇരട്ടി കിട്ടും എന്ന വിശ്വാസം എന്തറിയോ. അള്ളാഹ് ഇതിന് അങ്ങനെയാണ് പറഞ്ഞു തരുന്നത് നമുക്ക്. അതുകൊണ്ട് തന്നെ അത് നീട്ടി പറയാൻ നമുക്ക് സമയമല്ല. ആളുകളെ സഹായിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, പ്രത്യേകിച്ച് തിന്നാൻ കൊടുക്കുക, ഇതൊക്കെ ജീവിതത്തിന്റെ ശീലമാക്കി കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെത്ര കൊടുക്കണ്ടോന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെ മനസ്സ് ഇതല്ല, മോശമായിട്ടല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മളെക്കാളൊക്കെ കൊടുക്കുന്നവർ നമ്മുടെ മാതാക്കള്, നമ്മുടെ വാപ്പാര് അല്ലെ, വയസ്സായ വാപ്പ, ഉമ്മ. ആ ഉമ്മ എന്ത് ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരല്പം കൂടുതൽ വെക്കും. ഇതെന്തിനാ അധികം? ആരെങ്കിലും വന്നാലോ മക്കളെ, ആരെങ്കിലും ഒരു നേരത്തെ ഉജീനത്തിന് വന്നാലോ. ദാരിദ്ര്യത്തിലും അവർ കരുതിയിരുന്ന ഒരു നല്ല മനസ്സുണ്ട് സഹോദരങ്ങൾ. അത് എങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല. മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കിയാൽ നൽകുക എന്ന തലം എത്രയോ മുകളിലാണ് നമ്മളുള്ളത്. നമ്മൾ പൊതുവെ കൊടുക്കുന്നവരാണ്. പിശുക്കന്മാരില്ലെന്നല്ല, പല പിശുക്കന്മാര് പൊതുവെ ഉമ്മത്തിൽ കുറവാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ ബക്കറ്റിലൊക്കെ നോക്കും. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. യാദൃച്ഛികമായി ഒന്ന് വന്നതാണ് ഇവിടെ. പക്ഷെ ഇവിടെ നോക്കി നമ്മളെ ബക്കറ്റിലൊക്കെ ആളുകള് അങ്ങനെ ധർമ്മം ചെയ്യുന്നത്, അതിനങ്ങനെ ഒരു വിശാല മനസ്സ് തന്നെ വേണം. അല്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയില്ലല്ലോ. എന്തിനാ ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാല്, കൊടുക്കുന്ന ആളുകൾ കൊടുക്കാനുള്ള പ്രേരണ നൽകുന്ന ഒന്നല്ല സക്കാത്ത്. തെറ്റരുത് പറയണ കേട്ടോ, വാക്കുകൾ അങ്ങനെ മനസ്സിലാക്കണം. കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള പ്രേരണ നൽകുന്ന ഒന്നല്ല സക്കാത്ത്. മറിച്ച് നൽകുന്നത് ചില ചിട്ടയോടെ വ്യവസ്ഥാപിതമായി നൽകുന്നതിലൂടെ എന്താണോ അതിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് ആ ലക്ഷ്യത്തിലെത്താൻ വളരെ സുസംഘടിതമായി വ്യവസ്ഥാപിതമായി നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ് സക്കാത്ത്. ഇപ്പൊ നമ്മള് പള്ളിപ്പെട്ടിയിലിടുന്ന 500 റുപ്യ അല്ലെങ്കിൽ 200, 100 റുപ്യക്ക് പറയുന്ന പേരല്ല സക്കാത്ത് നൃത്തം കേട്ടോ. എന്ത് ലക്ഷ്യത്തിനാണോ അള്ളാഹു ഇത് നിർബന്ധമാക്കിയത് ആ ലക്ഷ്യം നേടുന്നതിന് പ്രാപ്തമാക്കുന്ന വിധത്തിൽ സംവിധാനത്തെ കൊണ്ടുപോകുമ്പോഴാണ് സക്കാത്താകുന്നത്.
അതുകൊണ്ടാണല്ലോ ഖുർആനിലെ എന്റെ കൂടങ്ങൾ വരണേ വാക്ക് പറയണം, നല്ലപോലെ ശ്രദ്ധിക്കണം, അബോധാവസ്ഥയിലല്ല. നിസ്കാരവും സക്കാത്തുമാണ് ഖുർആനിൽ 28 പ്രാവശ്യം ചേർത്തി പറഞ്ഞിട്ടുണ്ട്. നിസ്കാരവും നോമ്പും ചേർത്തി പറഞ്ഞിട്ടില്ല. നിസ്കാരവും ഹജ്ജും ചേർത്തിയിട്ടില്ല. അഖീമുസ്സലാ വ ആതുസ്സക്കാത്ത്, ഇഖാമത്തുസ്സലാ വ ഈതാഇസ്സക്കാത്ത്. നിസ്കാരവും നോമ്പും എത്ര? 28 പ്രാവശ്യം ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിസ്കാരമില്ലാത്ത ഒരു സക്കാത്ത് അങ്ങനെ ഉണ്ടാവൂല, എന്നാലും അങ്ങനെ ഇല്ല. സക്കാത്തില്ലാത്ത ഒരു നിസ്കാരം ഇല്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, നിസ്കാരം കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ല ഉണ്ടാവും, പക്ഷേ അവർ സക്കാത്തിന്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഇതൊരു നാണയത്തിന്റെ ഇരുവശമാണ്. ഈ ഭാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോല ഹൃദയന, അങ്ങനത്തെ ഒരു പ്രകൃതാണ്. അദ്ദേഹം ഭരണാധികാരം ഏറ്റെടുത്തപ്പോ 2 വിഭാഗം ആളുകളോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഒരു വിഭാഗം ആരറിയോ? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. ഇനി ഞാനാണ് റസൂൽ എന്ന് പറഞ്ഞിട്ട് ഒരു മുസൈലിമ ഇറങ്ങിയിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് നിങ്ങൾ കേട്ടിരിക്കും. അവനോടാണ് ആദ്യം യുദ്ധം ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞ കുറച്ച് പുതുമുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊക്കെ സക്കാത്തൊക്കെ കൊടുക്കണം, അങ്ങനെ വ്യവസ്ഥാപിതമായൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒട്ടകത്തിന്റെ മൂക്ക് കയറാണ്, അങ്ങനത്തെ ഒരു ചെറിയ വടമാണ്, ചെറിയ കയറാണ് സക്കാത്തിന്റെ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് തരാനുള്ളതെങ്കിൽ അവരോട് ഞാൻ തന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നാണ്. വല്ലാഹി ലൗ ഖാതിലന്ന ലഹും ലിമൻ ഫറഖ ബൈന സ്വലാ വസ്സക്കാത്ത്. കാരണം അവർ ചെയ്തത് എന്താണ്? നിസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവുണ്ടാക്കിയെന്നാണ്. സഹോദരങ്ങളെ, വേഗത്തിൽ ചിന്തിക്കണേ. സമ്പാദിച്ചാൽ ചെലവഴിക്കണം, പിശുക്ക് കാട്ടരുത്. ആർക്കൊക്കെ കൊടുക്കണം എണ്ണി എണ്ണി പറഞ്ഞുതരാം. ഒന്നാമതായി സ്വന്തത്തിനാണ്. നമ്മൾ സ്വന്തം നല്ലത് ഉപയോഗിക്കണം. ആദം അലൈഹിസ്സലാമയെ സൃഷ്ടിച്ച ഉടനെ സ്വർഗത്തിൽ പാർപ്പിച്ച് അല്ലാഹു ആദ്യം പറഞ്ഞത് ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, അല്ലേ? നിങ്ങൾ ആ മരത്തിന്റെ അടുത്തേക്കൊന്നും വരണ്ടെന്നല്ല ആദ്യം പറഞ്ഞത്. നിങ്ങൾ നല്ല സമൃദ്ധമായി സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കണം, നല്ലത് ഉപയോഗിക്കണം. തിന്നോട് ഉപയോഗിക്കാൻ പറ്റുന്നത് മാന്യമായി ഉപയോഗിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ ഉടനെ അദ്ദേഹം ഗവർണർമാരെ നിശ്ചയിച്ചു. അന്ന് ഇസ്ലാമിക ലോകം സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഉയർന്നു വരിക. ഒരു ആദ്യം പറഞ്ഞു, ഇനി ഒരൊറ്റ ഗവർണറും കഴുതയുടെ പുറത്തു പോകരുത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. കഴുതന്റെ പുറത്ത് നിങ്ങൾ പോകരുത്. നിങ്ങൾ പോകേണ്ടത് കോവർ കഴുതയുടെ പുറത്ത് പോയിക്കൊള്ളി, അല്ലെങ്കിൽ കുതിരയുടെ മുകളിൽ പോവാം. ഏതിൽ പോരുത്? അപ്പോ അത് നിലവാരം വരുമ്പോ മാന്യമായി വസ്ത്രങ്ങളും എല്ലാം മാന്യമാകുന്നതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഇസ്രാഫ് വരരുത് എന്ന് മാത്രം, തബ്ദീർ വരരുത് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞതോ ഭൂമിക്ക് പറഞ്ഞയച്ചപ്പോഴും അങ്ങനെ തന്നെ കേട്ടാ പറഞ്ഞത്, വലക്കും ഫില്ലർനി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹിൻ. ഈ പറയാൻ സമയമില്ല. രണ്ടാമത് നമ്മുടെ കുടുംബത്തിനാണ്. കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക വളരെ പ്രധാനമാണ്. കാരണം എന്തറിയോ? ഒറ്റ വാക്ക് പറഞ്ഞുതരാം. ദുനൂബുൻ ദൂന ദുനൂബിൻ ലാ യഗ്ഫിറു ബിസ്സലാ വലാ ബിസ്സക്കാത്ത്. സക്കാത്ത് കൊണ്ടും നിസ്കാരം കൊണ്ടും ഒക്കെ പൊറുക്കപ്പെടാത്ത ചില പാപങ്ങൾ, ചില രക്ഷകൾ നമുക്ക് കിട്ടുന്നത് ഏതിലൂടെ എന്നറിയോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന. ധൈര്യമായി നമുക്ക് അധ്വാനിക്കാം. ഓരോരുത്തർ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. നമ്മുടെ കുടുംബിനികളൊക്കെ നമ്മുടെ വീടുകളിൽ പുറത്തു ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിലും അവരുടെ പ്രയാസങ്ങൾ എത്രയാണ്? അവർക്ക് അവരുടേതായ പ്രയാസങ്ങളില്ലേ? ആ കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു തരുന്നതാണ്. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തരുന്നതാണ്. മൂന്നാമത്തത്, നിങ്ങൾ ഇനി ബാക്കി ചിന്തിക്കുക. സ്വദഖത്തുൻ, സ്വദഖ കൊടുക്കണം. ആ സ്വദഖ സക്കാത്തിന്റെ പേരായി സ്വദഖ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വദഖ എന്ന് നമ്മൾ പറഞ്ഞതറിയോ? സന്ദർഭങ്ങൾക്കനുസരിച്ച് നൽകേണ്ടതാണ് സ്വദഖ. ഇപ്പൊ ചില സന്ദർഭങ്ങൾ സക്കാത്തിനേക്കാളും നിർബന്ധമായി സ്വദഖ വരും. അത് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണം. നാലാമത്തത് സക്കാത്ത് എന്നാണ്. ഞാൻ എളുപ്പം അതിനെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു പൈനാപ്പിൾ വാങ്ങി അങ്ങാടിയിൽ നിന്ന്, അതിനെ കൊണ്ടുവന്ന് ചെത്തിയിട്ട് 10 കഷ്ണാക്കി. 9 കഷ്ണം നമ്മൾ മാറ്റിവെച്ചു. എന്നിട്ട് 10ാമത്തെ ആ കഷ്ണം എടുത്തിട്ട് അതിനെ 4 കഷ്ണമാക്കി.
3 നമ്മൾ നേരത്തെ വെച്ച ആ 9 കഷ്ണത്തേക്ക് ചേർത്തി വെച്ചു. ഇനി ഒരെണ്ണം ഉണ്ട് അല്ലേ, ആ ഒരെണ്ണം എടുത്തിട്ട് പറഞ്ഞു അത് അർഹതപ്പെട്ട പാവപ്പെട്ട കുറെ ആളുകളുണ്ട്, അവർക്ക് വിതരണം ചെയ്യാനുള്ള കൃത്യമായ ഏജൻസികളുണ്ട്, അവരടുത്തേക്ക് കൊടുക്കണം. എത്ര ഉപയോഗിക്കാം നമുക്ക്? 97 നമുക്കാണ്. 2.5% ഖുർആൻ പറഞ്ഞത് എന്തറിയോ? വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവർക്ക്, ജീവിത വിഭവങ്ങൾ തടയപ്പെട്ട ആളുകൾക്ക് ഹഖായ ഒരു വിഹിതം നമ്മുടെ സ്വത്തിലുണ്ട്. ആ 2.5% പറഞ്ഞെന്താണ്? ഹഖാണ് എന്നാണ്. നമ്മുടെ ഔദാര്യമല്ല, നേരെ തിരിക്കണം കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല, മറ്റുള്ളവന്റെ ഹക്കാണ്, അത് രജിസ്റ്റേർഡ് ആണ് എന്നാണ്. ആർക്ക്? വാപ്പയില്ലാത്ത മക്കളുണ്ടാവും, ജീവിതത്തിൽ താങ്ങ് നഷ്ടപ്പെട്ട സഹോദരിമാരുണ്ടാവും, ഭക്ഷണത്തെക്കാൾ മരുന്ന് തിന്നുന്ന ആളുകളുണ്ടാവും, ഒരു കൂരപ്പര അതിലൊന്ന് തലചായ്ക്കണമെന്ന് മോഹമുള്ള ആളുകളുണ്ടാവും, കഷ്ടപ്പാടുകളുള്ള ആളുകളുണ്ടാവും. ആ ആളുകൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു വിഹിതമാണത് എന്ന്. അപ്പൊ നിങ്ങൾ ഒരൊറ്റ ചെറിയൊരു സംഗതി മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരാൾക്ക് പണമുണ്ടാകുമ്പോ നമ്മുടെ മനസ്സിൽ അസൂയ വരാതിരിക്കുക വേണ്ട, അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ അസൂയ വരാൻ പാടില്ല. പക്ഷെ എന്നാലും ചില മനുഷ്യന്മാരുണ്ടോ, അയാൾക്ക് എത്ര മുതലാണെന്ന് ഉണ്ടായിക്കോട്ടെ, അയാൾക്ക് മുതലുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരാൾക്ക് എത്ര കണ്ട് സ്വത്ത് കൂടുന്നുവോ ആ സ്വത്തിനനുസരിച്ച് ഇവിടെ പാവങ്ങളെ സഹായിക്കാനുള്ള വിഹിതത്തിന്റെ തോത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ മറ്റേ ആൾക്ക് സ്വത്ത് ഉണ്ടാവുക വേണ്ട, ഉണ്ടാകാതിരിക്കുക വേണ്ട. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ, കുറച്ചുകൂടെ ആൾക്ക് ഇനിയും കൊടുക്കണം കേട്ടോ എന്നാണ്. കാരണം കൊടുത്താൽ ഇവിടെ അത് വരുന്നതാണ്. സഹോദരങ്ങളെ, സക്കാത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തരുതേ. കാരണം മുശ്രിക്കാവും കാഫിറായിട്ടേ മരിക്കുള്ളൂ. നമ്മുടെ ധാരണ എന്തറിയോ? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള മക്ബറയിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ് മുശ്രിക്ക്. അത് വേറൊരു തരം മുശ്രിക്ക്. ഇവിടെ അല്ല പറഞ്ഞെന്ന മുശ്രിക്കേതാ? വവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് അള്ളാഹു വിളിച്ച പേരാണ് മുശ്രിക്ക് എന്നാണ്. അതുകൊണ്ട് പലപ്പോഴൊക്കെ നമുക്ക് തോന്നാം സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നിസാബ് എത്തിയാൽ കൊടുക്കണം. ഒക്കെ ഞാൻ പിന്നീട് വിശദീകരിച്ചു തരാട്ടോ ഇൻഷാ അല്ലാഹ്. പലരുടെയും ധാരണ എനിക്ക് കടമുണ്ടല്ലോ ഞാൻ കൊടുക്കേണ്ടതില്ലല്ലോ എന്നാണ്. കടമില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാർ ലോകത്തുണ്ടോ? കടമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ബിൽഡിംഗ് വാങ്ങി, ഇത് കടം വാങ്ങിച്ചതാണ്, അപ്പൊ ഞാൻ കടക്കാരനാണോ? കടക്കാരനല്ലേ. ഞാൻ കടം കൊടുക്കാനുള്ള മുതലിന് വേണ്ടുന്ന എല്ലാ സംഗതി അസറ്റ് അപ്പുറത്തുണ്ടെങ്കിൽ സത്യത്തിൽ ഞാൻ കടക്കാരനാണോ? അല്ലല്ലോ. മറ്റോ കൊടുത്തോട്ടെ എന്ന് വിചാരിക്കരുത്. ഞാനിതിനാണ് പറഞ്ഞത്, റമളാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ വളരെ കൃത്യമായി വെക്കണം. വലിയ സമ്പന്നനായിരിക്കും വലിയ കടക്കാരൻ. സക്കാത്ത് സംഘടിതമായി എന്തിനു നൽകണം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സദഖ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്വകാര്യമായി കൊടുക്കണം. സക്കാത്ത് പരസ്യമായി കൊടുക്കണം. സക്കാത്ത് പരസ്യമായി കൊടുക്കണം. എന്തിന്? 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സക്കാത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്നാമത്തത്, നമ്മൾ താമസിക്കുന്ന നാട്, നമ്മുടെ ചുറ്റുവട്ടങ്ങൾ, നമ്മുടെ പ്രദേശങ്ങൾ സുഭിക്ഷതയുള്ള നാടാവണം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയാറുണ്ടല്ലോ. സുഭിക്ഷതയുള്ള സമാധാനമുള്ള നാടാവണം നമ്മൾ താമസിക്കുന്ന നാട്. അതിനെന്താണ്? അതിനുള്ള എന്റെ സമ്പത്തിൽ തന്നൊരു ഓഹരിയാണതേ. രണ്ടാമത്തത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണതെന്ന്. ഈ പണം എപ്പോഴും ഫ്ലോ വന്നുകൊണ്ടിരിക്കണല്ലോ. എന്നേക്കാൾ കൂടുതൽ ആ വിഷയം നിങ്ങൾക്കറിയും. പണം ഒരിക്കലും ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കരുത്. അത് കയ്യിലുണ്ടാവണം, അത് മാർക്കറ്റിലുണ്ടാവണം. ആ പണം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പണത്തിന് വളർച്ചയുണ്ടാവുക. മൂന്നാമത്തത് എന്താണ്? സക്കാത്ത് വളർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം ഇവിടെ പറഞ്ഞത്. സാമ്പത്തികം നമ്മള് ഇവിടെ നൽകും തോറും ഇത് ഇരട്ടിയായി വളരുമെന്ന് പറയാൻ കാരണം, ഒരാൾക്ക് ഒരു ധർമ്മം കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതറിയോ? നീ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞെന്താ അറിയോ? അൻഫിഖ്,
യബ്ന ആദം യുൻഫഖ അലൈഹി. മക്കളെ, ജുമുഅ നടക്കുമ്പോ വർത്തമാനം പറയരുത്. അത് വളരെ നിർബന്ധമാണ്. കാരണം നിങ്ങളെ ജുമുഅ ബാത്തിലാകാണ്. നമ്മളെ കൗമ ഇനി ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ വലിയ സങ്കടമാണ്. എന്നും ഞാൻ വെള്ളിയാഴ്ച അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതൊരു ഇബാദത്തിന്റെ ഭാഗം കൂടിയാണ്. ഞാൻ പറഞ്ഞത് അൻഫിഖ് യബ്ന ആദം, ആദമിന്റെ മോനെ നീ ചെലവഴിക്കടാ. യുൻഫഖ അലൈഹി, നിനക്ക് അല്ലാഹു തന്നുകൊണ്ടേയിരിക്കുന്ന. നിങ്ങൾ ചെലവഴിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടിയത്, ദാരിദ്ര്യം വന്നിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ നാട്ടിൽ സമ്പന്നരായ എത്ര ആളുകളുണ്ട്, കൊടുക്കുന്ന ആളുകള്. ഞാൻ അങ്ങനെ ആലോചിക്കണം, കൊടുക്കും തോറും അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്തറിയോ? ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കും. എന്നിട്ട് ആ മലക്ക് രാവിലെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അതി മുൻഫിക്കന്റെ ഖലഫ. കൊടുക്കുന്ന ആളുകൾക്ക് പടച്ചോനെ നീ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയും. അല്ലാഹുമ്മ അതി മുംസിക്കൻ ഖലഫ, കൊടുക്കാതെ നിർത്തുന്ന ആളുകളുണ്ടല്ലോ, പിടിച്ചു വെക്കണോ, അവന് നാശം കൊടുക്കുക എന്ന് പറയും. അപ്പോ എന്ത് വേണം? സക്കാത്ത് വാങ്ങുന്നവൻ ഈ ക്യാഷ് ഇങ്ങനെ ഒഴുകണം. എന്നിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരാളുടെ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അവർ കൃത്യമായിട്ട് കൊടുക്കണം. അത് സംഘടിതമായി കൊടുക്കുമ്പോഴാണ് ഇത് നടക്കുക. അതല്ലെങ്കിൽ വരെ എന്താ വെച്ചാൽ, കൊടുക്കുന്ന കൈ ഉയർന്നു നിൽക്കും, വാങ്ങുന്ന കൈ താഴ്ന്നാണല്ലോ നിൽക്കുക. ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോ വിധേയത്തോട് വരിക മറ്റൊരാൾക്ക് എന്നോട്. അത് സംഗതി സംഘടിതമായി കൊടുക്കുമ്പോൾ അതുണ്ടാവില്ല. ഒരു മഹൽ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണസിരാ കേന്ദ്ര. ഇസ്ലാമിന്റെ തത്വങ്ങൾ നമ്മൾ നടത്തേണ്ടതിന്റെ കേന്ദ്രമാണ് മഹൽ. അപ്പൊ നമ്മുടെ ഒരു നാടിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി നടത്താനുള്ള കേന്ദ്രമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹല്ല് ഞങ്ങളോട് പറഞ്ഞല്ലോ, വളരെ കൃത്യമായി സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ചെറിയ ടീം. സമ്പത്ത് അവിടെ കൊടുക്കുന്നതോടുകൂടെ സക്കാത്ത് വാങ്ങുന്നവൻ എന്നും വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ എന്നും കൊടുക്കുന്നവൻ, അങ്ങനെ ഉണ്ടാവരുത്. ഇക്കൊല്ലം ഒരാൾക്ക് സക്കാത്ത് കൊടുത്താൽ അടുത്ത കൊല്ലം അയാൾ ആ സക്കാത്തിന്റെ എന്തെങ്കിലും ഒരു കാശ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നവനെ പോലെ ആകുന്ന വിധത്തിൽ അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയണം. അതിൽ മനസ്സും പ്രധാനമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ കാലത്ത് ഇസ്ലാമിക ലോകത്ത് സക്കാത്ത് വാങ്ങാൻ ആരുമില്ല, സക്കാത്ത് വാങ്ങാൻ ആളില്ല. അങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കാണ്. അവസാനം അവിടെ അല്ലാഞ്ഞിട്ട് തൊട്ടടുത്ത് ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു, അടുത്ത നാട്ടിലേക്ക് കൊടുത്ത്. അവിടെ ആൾക്കാർ സക്കാത്ത് വാങ്ങാനില്ല എന്ന് വെച്ചാൽ വല്ലതുമല്ല, എനിക്കതിന് അർഹതല്ല, ഞാനിപ്പോ അൽഹംദുലില്ലാ ഒരു സെറ്റപ്പിലായിട്ട് അത്ര മതി. എന്നിട്ടാണ് സക്കാത്തിന്റെ ഫണ്ട് എടുത്തിട്ട് എന്തുണ്ടാക്കി? റോഡുണ്ടാക്കി, കൃഷിക്കാർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്. ഇസ്ലാമിക ലോകത്താണത്. ആദ്യമായി പെൻഷൻ സമ്പ്രദായം ഈ ലോകത്ത് കൊണ്ടുവരുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ശരിക്കും പഠിക്കണം. ഉമറിന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്നത് ഒന്ന് വായിച്ചു നോക്കിയാലുണ്ടല്ലോ, ഇന്നത്തെ ലോകത്തെ ഭരണാധികാരികൾ പോലും അവരാശ്ചര്യപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പലരും പറയാനുള്ള കാരണം. അത് പറയാൻ നമുക്ക് സമയമല്ല. അതുകൊണ്ട് തന്നെ ഇമാം നവവി പറഞ്ഞത്, ഒരാൾക്ക് എന്താണോ എത്രയാണോ എങ്ങനെയാണോ നൽകേണ്ടത് അങ്ങനെ നൽകണം. അപ്പോഴാണ് അതിന്റെ സുഭിക്ഷത വരിക. ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള അന്തരം പരമാവധി കുറച്ച് ഒരു എക്കണോമിക് സിസ്റ്റം നമുക്കിടയിൽ ഇങ്ങനെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതിന് മഹല്ല് ശേഖരിച്ച് അത് കൃത്യമായി വിതരണം ചെയ്യാനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവണം. ഒറ്റ വാക്കുകൂടി മാത്രമാണ് അതിലേക്ക് ചേർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നൽകിയാൽ എന്തുണ്ടാവും? പൈസ കൊടുത്താൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നൽകിയാലുള്ള ഗുണം എന്താ അറിയോ? മനസ്സിന് സംതൃപ്തി കിട്ടും. കൊടുത്താൽ ഒരു സുഖം കിട്ടും. അതൊരു ഭയങ്കര സംഗതിയാണ്. അത് ദുനിയാവെന്ന് അള്ളാഹു തരുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് കേട്ടോ. ഒന്നാമത്തെ സൗഭാഗ്യമാണ്. ഒരു മനുഷ്യനെ ഒരു ഉറുപ്പ്യ കൊടുത്ത് നിങ്ങൾ സഹായിച്ചു നോക്കി, ഒരു സുഖപ്പെടങ്ങനെ വരും. കൊടുക്കാതിരുന്നാലോ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുന്നുണ്ട്. കൊടുക്കാതിരുന്നാൽ ഒരു സംശയം വേണ്ട, കൊടുത്താൽ മതിയായിരുന്നു അല്ലേ?
ആ പാവത്തിന് കൊടുത്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തത് സക്കാത്ത് ഒരു കരുതിവെപ്പാണ്, പരലോകത്തേക്കുള്ള കരുതിവെപ്പ്. അങ്ങനെ വായിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഫിഖ്ഹിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുഖഹാക്കൾ പറയണതറിയോ, സക്കാത്ത് നൽകിയാൽ ആ സ്വത്തിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും. അതിന് കമ്മട്ടത്തിൽ കൊടുത്താൽ പോരാ, ആ കണക്ക് നോക്കി കൃത്യമായി അത് കൊടുക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തത് സക്കാത്ത് നൽകാത്തവനെ സ്നേഹിക്കരുതെന്നാ ഫിഖിൽ പറയാ. സക്കാത്ത് നൽകാത്തവനെ സ്നേഹിക്കരുത്, അവരുമായി നിങ്ങൾ അകലം പാലിക്കണം. അവർ സക്കാത്ത് എന്താ നിങ്ങളോട് സലാം പറഞ്ഞാൽ പോലും ലാ യുറദ്ദു സലാമഹു, അവന്റെ സലാം നിങ്ങൾ മടക്കരുത് എന്നാണ്. അപ്പോ ഒരു മുസ്ലിം സലാം പറഞ്ഞ മടക്കണ്ടേ? ഇങ്ങനത്തെ ഒരു സലാമും കൂടി മടക്കേണ്ടതില്ല എന്നാണ്. അത്ര സ്ഥാനമാണ് ഇസ്ലാമിൽ സക്കാത്തിനുള്ളത്, സാമ്പത്തിക വിശുദ്ധിക്കുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, ഇപ്പോൾ തന്നെ അത് കണക്കാക്കുക. ഉത്തരവാദപ്പെട്ട ഏജൻസികളുടെ കൈകളിൽ അത് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ശഅബാനിലാണ്. ശഅബാനിൻ്റെ പാതിയോളം എത്തി നിൽക്കുന്ന സമയമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സുന്നത്തായ നോമ്പുകളുണ്ട്, അല്ലെ, ഫർള് നോമ്പുകൾ തന്നെ ഉണ്ടാവും എടുത്തു വീട്ടാനുള്ളത്. അത് കൃത്യമായി എടുത്തു വീട്ടാൻ ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ലപോലെ ശ്രദ്ധിക്കണം. മാത്രമല്ല, സുന്നത്ത് നോമ്പുകൾ ഒരുപാട് വർദ്ധിപ്പിക്കണം. അതിൽ തന്നെ ബിദ്അത്തുകൾ വരുന്ന കുറെ സംഗതികളുണ്ട്. ഇപ്പൊ ശഅബാൻ 15 ആണ് പിന്നെ ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുന്ന ചില വീക്ഷണങ്ങളും ആ വീക്ഷണങ്ങളിലേക്ക് ചേർത്ത് പ്രത്യേകമായ ഒരു ബിദ്അത്തുകളോട് കൂടിയുള്ള ആചാരങ്ങളും, ആ ആചാരങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കണില്ല. അത്തരം സംഗതികൾ ദീനിലുള്ളത് നമ്മൾ ചെയ്യുക, ഇല്ലാത്ത ബിദ്അത്തുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പക്ഷേ പ്രാർത്ഥനകൾ നല്ലപോലെ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിലേക്ക് നമ്മൾ നന്നായി അടുക്കുക, ഖുർആനുമായി നമ്മൾ നന്നായി ബന്ധപ്പെടുക. സുന്നത്ത് നോമ്പുകൾ ഈ മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. കൂടെ എന്ത് വേണമെന്നറിയോ? നല്ല പ്രാർത്ഥന വേണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇന്ന് ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ തന്നെ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. വാലന്റൈനിലേക്ക് ചേർത്തിക്കൊണ്ട് അവരുടെയൊക്കെ കുറെ പിന്നെ പ്രണയ ദിനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മുടെ മക്കളെ ഓർക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് പേടി. നമ്മളൊക്കെ ചെറുതായി വലുതായ ആളുകളാണ്. എന്നാലും പുതിയ തലമുറ ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ, എത്രയെത്ര മരണങ്ങളാണ്, എത്രയെത്ര കൊലപാതകങ്ങളാണ്, എന്തെല്ലാം വൃത്തികേടുകളാണ്. അതിനൊക്കെ ഒരു തുറന്നു വിട്ട സാഹചര്യങ്ങൾ നാട്ടിലുണ്ടാകുമ്പോ പ്രാർത്ഥന അതാണ് നമ്മുടെ ആയുധം. ഒരു വാപ്പ എന്ന നിലയിൽ, ഒരു വല്യപ്പ എന്നുള്ള നിലയിൽ ചിലതൊക്കെ തടയാൻ എനിക്ക് കഴിഞ്ഞേക്കാം. എല്ലാം എന്റെ തടച്ചിലുകൊണ്ട് കഴിഞ്ഞോളം ഉണ്ടാവില്ല. പല വാപ്പാരും ഒക്കെ നിന്നിട്ട് കണ്ണിൽ വെള്ളം നിറക്കും. പഠിച്ചോ, ഞാൻ എന്താ ചെയ്യാന്നാ? ഞാൻ ശ്രദ്ധിക്കേണ്ട കാലത്ത് ശ്രദ്ധിച്ചോ എന്നുള്ളത് ഒരു ചോദ്യം. പക്ഷേ ശ്രദ്ധിച്ചിട്ടും ഇങ്ങനെ വരുന്നുവെങ്കിൽ എന്താണ്? ഒക്കെ പ്രാർത്ഥിക്കേണ്ടുന്ന സമയങ്ങളാണ് ഇതൊക്കെ. ആ പ്രാർത്ഥനയില് നമ്മുടെ മക്കൾക്ക് കൃത്യമായ ബോധവൽക്കരണങ്ങൾ കൊടുക്കാനുള്ള ശ്രമങ്ങളും പിന്നെ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വേണ്ട എന്ന് പറഞ്ഞതിനോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാകും. അത് മനസ്സിന്റെ ഒരു പ്രത്യേക ഹോർമോണിന്റെ ചില ആ വളർച്ചയ്ക്കുള്ള അനുസരിച്ച് വരുന്നതാണ്. പക്ഷെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളൊരു തോന്നലുകൾ ആ മക്കളെ പിടിച്ചിരുത്തി നല്ലതൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനത്തെക്കുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ കൂടെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്താ പ്രാർത്ഥന എന്നറിയോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും ഒന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ
സൂഇൽ ഖദ്രി യാ അല്ലാഹ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, മിൻ സൂഇൽ ഖദർ, ഖദർ മോശമാകുന്നതിനെ തൊട്ട്. ഖദർ നമ്മുടെ വിധി, പടച്ചോനെ, ആ വിധി മോശമായി പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. പ്രാർത്ഥനകൾ നല്ലപോലെ ശക്തമാക്കണം, സ്നേഹത്തോടുകൂടെ. കാരണം ഭീഷണികളുടെ മുമ്പിൽ ആരും അങ്ങനെ വഴങ്ങൂല. സ്നേഹത്തോടെയാണെങ്കിൽ ഒരുപക്ഷെ അതിനൊരു മാറ്റത്തിന് സാധ്യതകളുണ്ട്. അതിനാണ് നമ്മൾ അറബിയിൽ നസീഹത്ത് എന്ന് പറയാ. ആ നസീഹത്തോടു കൂടിയുള്ള ഉപദേശങ്ങൾ നമ്മൾ നൽകാനും ശ്രമിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൂഇൽ ഖദ്രി. ഈ പ്രാർത്ഥനകൾ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക്, രക്ഷിതാക്കൾ എന്ന നിലക്കൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോഴും ഉയരണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ ഒന്നുകൂടി ഒരു അച്ചടക്കം വരുത്തി അതിന്റെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ച് നമ്മൾ വെക്കണം. കാരണം ഈ സമയം നമ്മുടെ കണ്ണടഞ്ഞാൽ ഈ സ്വത്ത് നമ്മുടേതല്ല, അത് നാട്ടുകാരതാണ്. അവരതുകൊണ്ട് അടിച്ചു പൊളിക്കുമ്പോ, നമ്മുടെ മക്കൾ നമ്മുടെ സ്വത്ത് കൊണ്ട് അടിച്ചു പൊളിക്കുമ്പോ 6 അടി മണ്ണിൽ കിടന്നുകൊണ്ട് വിഷമിക്കേണ്ടി വരുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകരുത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ രോഗം കൊണ്ട്, മറ്റു കഷ്ടപ്പാടുകൾ കൊണ്ട്, മനോവിഷമങ്ങൾ കൊണ്ട്, കുടുംബപരമായ പ്രയാസങ്ങൾ കൊണ്ട്, സാമ്പത്തികപരമായ പ്രതിസന്ധികൾ കൊണ്ടൊക്കെ വിഷമിക്കുന്ന, വേദനിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളെയും എല്ലാ തരത്തിലുള്ള മുസീബത്തുകളെയും പടച്ച റബ്ബ് അവന്റെ മഹത്തായ കഴിവ് കൊണ്ട് അകറ്റിത്തന്ന് ആഫിയത്തും സന്തോഷവുമുള്ളൊരു ജീവിതം തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് നേരായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ബോധ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ബർക്കത്തും നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരാണെങ്കിൽ മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അവരെ തുണക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ ഉമ്മത്തിനെ, കുടുംബത്തെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. സമ്പത്ത്, മനസ്സ്, ശരീരം ശുദ്ധീകരിച്ചുകൊണ്ട് സമൃദ്ധമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا رحمن.